നമ്മളങ്ങനെ ഇന്നതേ റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അനന്തുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അനന്തുവിന്റെ വീട്ടിൽ എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ് ഗൈസ്. അല്ലെ, എന്താണ് ഫസ്റ്റ് നൈറ്റ് എന്ന് നിങ്ങൾക്ക് ഈ മുറിക്കാര് ഞങ്ങളിവിടെ ഇല്ലേ നല്ലൊരു മെസ്സേജ് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം വള, മാല, കമ്മല്, ഡ്രസ്സ് എല്ലാ സ്ഥലങ്ങളും സകലമായ സ്ഥലങ്ങളും ധൃതി പിടിച്ചിട്ട് കാണൂ 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 കാണൂ. അതെ, ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ. അതെ, ഇത് ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പാവങ്ങളുടെ എണ്ണം വന്നിട്ടുണ്ട്. കൂടെ ഒരു കുരുപ്പിനെ കിട്ടിയിട്ടുണ്ട് കണ്ടാ, ബൊക്ക പിടിച്ചോണ്ടിരിക്കണം. നിങ്ങൾക്ക് വേണോ അത്? അത് മാത്രം തരില്ല ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനും കൂടട്ടെ കേട്ടോ. പിന്നെ ദേ ഈ പണിത് വെച്ചേക്കണ താജ്മഹൽ ഇല്ലേ, ഇതൊന്ന് അഴിച്ചു പറിച്ചെടുക്കണം. അല്ലേ ഓഷിൻ ധാര? ഇവിടെ ഇൻസ്റ്റാഗ്രാം പേരായിട്ട് ഓഷിൻ ധാര. കണ്ടോ, നിനക്ക് ഫോളോവേഴ്സിന്റെ ഫോളോവരിക്കും. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, ബാക്കി എല്ലാരും കാണിച്ചൊക്കെ തരാം കേട്ടോ. എല്ലാവരുടെയും ഇന്നത്തെ അവസ്ഥ അറിയാം. ഭയങ്കര എല്ലാവരും ക്ഷീണിച്ച് ഇതായിട്ടിരിക്കണം. ഞാൻ ക്ഷീണിച്ച് നോക്കി ഇതിന്റെ മുടി പ്രാഞ്ചി പിടിച്ചിരിക്കണേ നോക്കി. ഞങ്ങളപ്പോ സെറ്റ് ആക്കട്ടെ, ഇവിടെ ഒന്ന് വൃത്തിയാക്കിട്ട് വരാം. ഇവിടെ ഇരിക്കുന്ന പല സാധനങ്ങളും എന്റെ അലമാരിയിൽ നിന്ന് പോന്നേക്കുന്നതാണ് ഗൈസ്. ഇത് കണ്ടോ, പ്യുർ വണ്ടർ. ഇത് നിങ്ങൾ കണ്ട് മടുത്തേക്കണ സാധനമായിരിക്കും. സൺസ്ക്രീൻ. അതുപോലെ തന്നെ ന്യൂട്രിജീനയുടേത് കണ്ടോ. ഇതൊക്കെയാണ് ഡോട്ട് ആൻഡ് ഇരിക്കണം കണ്ടോ. അങ്ങനെയൊന്നുമില്ല, എന്താണ് ഇഷ്ടപ്പെടുന്നു എടുക്കുന്നു ഗോപാലൻ, ആ സീനാണ്. ഇതൊക്കെ റെന്റൽ ജ്വല്ലറിയുടെ ഐറ്റംസ് ഒക്കെ ആട്ടോ. പിന്നെ അത് എന്റെ കണ്ണീരൊപ്പി കളഞ്ഞ കുറച്ച് ടിഷ്യൂസ്. പിന്നെ അത് കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഞങ്ങളുടെ കല്യാണമാല ആട്ടോ കിടക്കണ. നോക്കി, വാടി കരിഞ്ഞു ഉണങ്ങി. നോക്കി, അതെ അടുത്ത ഒരാളെ കണ്ടുകിട്ടിട്ടുണ്ട് കേട്ടോ. എന്റെ അമ്മയ്ക്കുണ്ട് ഈ പണി. ഇതണ്ടോ, ഈ ബബിൾ റാപ്പ് പൊട്ടിക്കല് ഒരു ആശ്വാസം കിട്ടുന്നുണ്ടല്ലേടാ. കണ്ടാ, ഓ ഇതെന്ത് താലിമാലയല്ലേ. ഞാൻ ഇതെന്ത് സാധനം കിടക്കണേന്ന് മറന്നുപോയോ? ശരിക്കും മറന്നുപോയി. അതാണ് കഴുത്തിലൊന്നും ഇടാണ്ട് ശീലിച്ചിട്ടേ പെട്ടെന്ന് എന്തോ ഒരു സാധനം വന്നിട്ട് കഴുത്തിരിക്കുന്ന പോലെ ഇതൊന്ന് കെട്ടിട്ട് വെച്ചേക്കണ ഷെല്ലയുടെ ഒരു ഹാക്കാണ് ഇത്. ഉണ്ട് മലയുടെ കൂടെ കിടക്കാൻ വേണ്ടിട്ട് ഇട്ടേക്കണ പരിപാടിയാണ്. ഇതെങ്ങനെയാണ്? ഇല്ലടാ, വെറുതെ ടൈ ചെയ്തത്. ചെസ് നമ്പർ 3 ഓൺ ദ സ്റ്റേജ്. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഇത് ഒഫീഷ്യലി ഞങ്ങളുടെ ബെഡ്റൂം ആണെന്ന് അറിയില്ലേ? ഇതോ മനോഹരമാക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അശ്വടാ, മറ്റേ മാലാകയാണോ? ഈ അലമാരിയിലില്ലേ ഒരു ഫാഷൻ ജങ്കിയുടെ റൂമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണോട്ടാ. ഈ അലമാരിയിൽ ഒരു തുണ്ട് സ്ഥലമില്ല. ഇത് കണ്ടോ, അവിടെ ഉണ്ട് കേട്ടോ ഇത്തിരി സ്ഥലം. ഒതുക്കിയ ഒന്ന് സെറ്റ് ആവും. കണ്ട പഠിപ്പിച്ചു വെച്ചേക്കണേ. ചേച്ചിയുടെ ഹായ് കാണിച്ചേ. ഞാൻ എല്ലാരോടും ചോദിച്ചോണ്ടിരിക്കുകയാണ് മാരേജ് എങ്ങനെയാണെന്നുള്ളത്. അല്ലേ, ചിലവർക്ക് ചിലയിടത്ത് നല്ലതാവും, ചിലയിടത്ത് ചീത്തയാവും. എല്ലാം നമ്മുടെ കയ്യിലാണ് ഗൈസ്. ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവട്ടെ കേട്ടോ. നോക്കിക്ക്, രാവിലെ അല്ലേ കേൾ ചെയ്തു, അത് കഴിഞ്ഞ് ക്രിംപ് ചെയ്തു, പിന്നെ അത് സ്ട്രെയിറ്റും ചെയ്തു, വൈകുന്നേരം വന്ന് വീണ്ടും കേൾ ചെയ്തു. എന്റെ മുടിയുടെ ഇപ്പത്തെ അവസ്ഥ നോക്കി, ബോട്ടോക്സ് ചെയ്ത മുടിയാട്ടോ. ഇത് നോക്കിയേ, എന്റെ മുടി നോക്കിക്കേ. ഇത് ഫുള്ള് ഇനി ഞാനില്ല അഴിച്ചെടുക്കണം. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഇത് തന്നെ വേണ്ടി എനിക്ക് ഒരാഴ്ചയെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നോക്കിക്കേ. കണ്ട എന്റെ കെട്ടിയോനാ. ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കുള്ളൂ. അല്ലെന്ത് ഒറ്റ കാര്യം ചോദിക്കൂ. ഞാൻ എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളു. 1 ഇഞ്ച് ഭൂമി എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കി തരുമോ തുണി വെക്കാൻ? നോക്കിക്ക് ഇതിന്റെ ഉള്ളില്. സത്യോടാ, എനിക്ക് ഒരു സ്ഥലമില്ല ഇതിന്റെ ഉള്ളിൽ. നോക്കിക്കേ, ഒരു ഫാഷൻ ജങ്കിയാണത്. ഇതാണ് ഡാൻസ് മാസ്റ്റർ വിക്രം. ഇവനാണ് ഓരോ പരിപാടിയും വന്ന് കയ്യിലെടുക്കണവൻ. ഞങ്ങൾ അവിടെ നിന്ന് താത്തയത്ത് വെക്കുമ്പോ ഇവൻ വന്നിട്ട് അൽ സാധനങ്ങളൊക്കെ കാണിച്ച് കയ്യടി മേടിക്കും. അല്ലേ എടാ? കാണിച്ച് ഇങ്ങനെ കാണിച്ചേ, മസിൽ കാണിച്ചേ. കാണിച്ചേ. ഓ മോനെ, കണ്ടാ ഇവിടെ കൊറേ ജിമ്മന്മാരുണ്ട് കേട്ടാ. എനിക്ക് അത് വേണ്ട, നിന്റെ ക്യൂട്ട്നെസ് ഇട്ടേ ഒന്ന്. പോയി ഇത് നോക്കി. പെമ്പിള്ളേരോട് എന്താണ് എന്നെ കാണിക്കണത്? 4 വാക്കിന് നിന്നിട്ട് നോക്കിക്ക, വലിച്ചു ഊരണുണ്ട്.
റാഗിങ് ആണോ ഞാൻ ഇവിടെ ആദ്യത്തെ ദിവസം വന്നെന്നും പറഞ്ഞു? സത്യം പറ. അടുക്കളയിൽ പോയിട്ട് ചമ്മന്തി എന്താണ് അടുക്കളയിൽ പോയി തേങ്ങ വിളിച്ച് നിന്റെ കല്യാണം ആവട്ടെ, ചമ്മന്തി അരയ്ക്കാം നമുക്ക്. നോക്കിയാലെന്ത് പ്രതികരിക്കാതെ കൊണ്ട് ചമ്മന്തി അരപ്പിക്കണം. പഞ്ഞി ചമ്മന്തി നീ ഒരു കഞ്ഞിയാണ് പ്രോട്ടീനാണ്. അറിയിച്ചല്ലൊരു കഞ്ഞിയാണ്. എടി നോക്കണ ഇത് എങ്ങനെ അഴിക്കുന്നത് നോക്കിക്കേ. എന്നെ നോക്കിക്കേ. ഇപ്പൊ ശരിയാക്കി തരാം അതല്ലേ. ഇവിടെ ഇല്ലേ സ്ത്രീക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നുള്ള ധൈര്യത്തിലാണ് ഞാനിവിടെ ഇരുന്ന് കൊടുക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറഞ്ഞ വലിച്ചു മറക്കണേണ്. ഞാനിത് ചേർത്തിയപ്പല്ലേ ചെയ്യാൻ പൊന്നോട് ചെയ്യണം അല്ലേ? ചേർത്തിയമ്മല്ലേ ചേട്ടന്റെ ഭാര്യ ചേർത്തിയമ്മല്ലേ? ബാക്ക് കോംബ് ചെയ്തിട്ടില്ല, ഇങ്ങനെ പഫ് ചെയ്തിട്ടേ അതുകൊണ്ടിട്ടാട്ടോ ഇങ്ങനെ വന്നേക്കണ ഹെയർ. ഇവിടെ ഒരു നല്ല ചകിരി പോലെ എന്തോരം ഹെയർ ഹീറ്റ് ചെയ്തെന്ന് അറിയാൻ നമുക്ക് സങ്കടം വന്നു. അപ്പൊ ചില എന്നോട് പറഞ്ഞിട്ടാ പോയി, ചേച്ചി എന്നോട് ക്ഷമിക്കണം ഒന്നും തോന്നരുത്, നിവർത്തിയോട് കൊണ്ടാ ഇത്ര ഹെയർസ്റ്റൈല്. മൈലാഞ്ചൊക്കെ നല്ല ചുമന്ന് നമ്മുടെ കൊട്ടാരം നർത്തകീന തിരിഞ്ഞേടി. അതൊക്കെ എന്ത് പറ്റി? സാരിയൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, നെറ്റിന്റെ സാരി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ചേഞ്ച് ചെയ്തു. നേരത്തെ ഇവിടെ വിരിച്ച ബെഡ്ഷീറ്റ് കേട്ടോ. ഇനിയിപ്പൊ ഒന്ന് പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ചു വിട്ടത് നോക്കി, മുടിയൊക്കെ നനച്ച്. എന്തോ എന്തോ എന്താണ് ഇല്ല കിടക്ക. അങ്ങോട്ട് വന്നായിരുന്നു ഞാൻ. അങ്ങോട്ട് വരാണ്ട് തീരും. അങ്ങോട്ട് വരാം. നല്ലോണം കണ്ട മുടിയൊക്കെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് കുളിച്ചു. മഞ്ഞച്ചേട്ട കാണുമ്പോ ഇല്ലേ ഭയങ്കര ഫീൽ കേട്ടോ. പക്ഷെ ഞാൻ ഇത് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണതാണ്. കല്യാണത്തിന്റെ അനന്തത് കിട്ടിയപ്പോ മുതൽ എനിക്ക് എന്താ ഭയങ്കര ഫീലാട്ടെ ഈ താലിയിലോട്. ഒരു അറ്റാച്ച്മെന്റ്, ഭയങ്കര അറ്റാച്ച്മെന്റ്. ഞാൻ എന്താ അപ്പതേ ഒരു പൈജാമയൊക്കെ എടുത്തിട്ടു. നല്ല സുഖം. കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ആശ്വാസം. പൂവാണ് നീ ചക്കന്റെ ഉള്ളിൽ നീ Bye guys. Bye. Good night. Bye. ഞങ്ങക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് ഇവിടെ അതെ ആപ്പിൾ, പഴം, ഓറഞ്ച്, അതുപോലെ അതെ ബെഡില് നിറച്ച് മുല്ലപ്പൂവ്. പിന്നെ ഈ മുല്ലപ്പൂ മാല ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ ഇവിടെ നിന്ന് ഉലിഞ്ഞു പോയതാ. കണ്ടോ, ഇതിങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ. ഇതൊക്കെ കൊട്ടി കളഞ്ഞിട്ട് വേണോട്ടെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ചൊറിയുലിയിൽ കിടന്ന എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാന്ന്. അനന്തേ നമുക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്ത് വെച്ചേക്കണം. നോക്ക്, മുല്ലപ്പൂ, അതുപോലെ പഴം, പിന്നെ ഒരു ഗ്ലാസ് പാലിരിപ്പുണ്ടായിട്ടതേ വേണ്ട ടിങ്. ഇതൊക്കെ നമുക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കണേ. അങ്ങനെ നമ്മളിന്ന് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നൈറ്റ് ആണല്ലേ. നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ഒക്കെ ആയി നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ചു നേരം ചില്ല് ചെയ്തൊക്കെ ഇരുന്ന് അവരെല്ലാരും പോയി. ഭയങ്കര സന്തോഷം. 3 മണി സമയോട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് അല്ല, ഫസ്റ്റ് മോർണിംഗ് ആയി എന്ന് പറയാം. നമ്മൾ ചില്ല് ചെയ്തെല്ലാരും കൂടെ. നമ്മൾ രാവിലെ കല്യാണത്തിനിട്ട മാലയും ബൊക്കെയൊക്കെ ആട്ടോ. പക്ഷെ രാവിലത്തെ ഓരോ മൊമെന്റ്സ് ഒക്കെ ഓർമ്മ വരും ഇത് കാണാൻ നേരത്ത്. ഇത് രസാന്ന് നോക്കി. എന്താണ് എന്തേ ഫീൽ ചെയ്യണം ഞാനിവിടെ വന്നിട്ട്? എന്തോ ഒരു വെറൈറ്റി ഫീൽ ആണോ? ഇത്ര നാൾ ഒറ്റയ്ക്കല്ലേ ഇവിടെ കിടന്നിരുന്നേ. അപ്പൊ ഞാനും കൂടി വരുമ്പോ എന്തെങ്കിലും വ്യത്യാസം തോന്നണുണ്ടോ? എന്ത് സാധനം നോക്ക്. ഇന്ന് മുതൽ ഞാനും ഉണ്ടാവും സൈഡില് ഷെയർ ചെയ്യാൻ വേണ്ടി, ബെഡ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് ഇന്ന് റിസപ്ഷന് വന്ന ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാട്ടോ, അനന്തുവിന്റെ ഫ്രണ്ട്സ്. നമ്മളപ്പോ അത് ഇവിടെ തൂക്കി. നല്ല ഭംഗിയിട്ടാ കാണാൻ വേണ്ടി. നമ്മളുടെ ഫേവറേറ്റ് ഫോട്ടോ ആണ് ഇത്. കണ്ട
അതെ, അനന്തൊരു സിഫയിലെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തത്. നല്ല രസമുണ്ടല്ലോ ഈ പിക്ക് കാണാൻ. വലിയ ഫ്രെയിം ആട്ടോ അതിന്റെ. അനന്തു അവിടെ ബെഡിലെ പൂവും കായൊക്കെ കൊട്ടിക്കളഞ്ഞിട്ടോ കിടന്നുറങ്ങാൻ വേണ്ടിട്ട്. നോക്കിക്ക്, താലിമാല അനന്ത് ഇട്ട് തന്നു. ഇത് കാണുമ്പോ എന്തോ മാതിരി. അപ്പൊ ഞങ്ങള് കിടന്നുറങ്ങട്ടെ അല്ലേ? ഇനിയിപ്പൊ നാളെ എത്ര മണിക്കാണോ എണീക്കണേന്ന് ഒരു പിടിയില്ലാട്ടോ സത്യം പറഞ്ഞ. 3 മണി ഇപ്പൊ തന്നെ. നമ്മളെല്ലാരും പോയി ഒരു സമയമായല്ലേ ഏകദേശം, ഫ്രണ്ട്സും കസിൻസും ഒക്കെ പോയപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.